അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ജൂൺ 25 ഭരണഘടനാ ഹത്യാ ദിനമായി ആചരിക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ എക്സിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത്. പ്രതിപക്ഷം കേന്ദ്രത്തിനെതിരെ ഭരണഘടന ആയുധമാക്കുമ്പോൾ അടിയന്തരാവസ്ഥ ഉയർത്തി പ്രതിരോധം ശക്തമാക്കുകയായിരുന്നു BJP. ഇതിനിടെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ കില്ലിംഗ് ഡേ ആചരിക്കാനുള്ള പ്രഖ്യാപനം. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി സ്വേച്ഛാധിപത്യ മനോഭാവത്തോടെ 1975 ജൂൺ 25-ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും ഭരണഘടനയുടെ ആത്മാവിനെ കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു. ചെയ്യാത്ത തെറ്റിന് ലക്ഷക്കണക്കിന് ആളുകളെ അഴിക്കുള്ളിലാക്കുകയും മാധ്യമങ്ങളുടെ വായ മൂടിക്കെട്ടുകയും ഉണ്ടായി. ഇത് സംബന്ധിച്ച ഗസറ്റ് വിജ്ഞാപനം പങ്കുവെച്ചുകൊണ്ട് അമിത് ഷാ എക്സിലൂടെ പ്രതികരിച്ചു. 1975-ലെ മനുഷ്യത്വ വിരുദ്ധത അനുഭവിച്ചവരെ ഈ ദിനം ഓർക്കുമെന്നും അമിത് ഷാ കൂട്ടിച്ചേർത്തു. അടിയന്തരാവസ്ഥ അടിച്ചേൽപ്പിച്ച ഇന്ദിരാഗാന്ധിയുടെ ഏകാധിപത്യ നടപടി രാജ്യത്തിന്റെ ജനാധിപത്യത്തെ ശ്വാസം മുട്ടിച്ചു. സർക്കാരിന്റെ ക്രൂരതകൾ നേരിട്ടിട്ടും ജനാധിപത്യത്തെ വീണ്ടെടുക്കാൻ പോരാടിയ ലക്ഷക്കണക്കിന് ആളുകളെ ആദരിക്കാൻ ലക്ഷ്യമിട്ടാണ് തീരുമാനമെന്നും അദ്ദേഹം പറഞ്ഞു. ലോക്സഭാ സ്പീക്കറായി തെരഞ്ഞെടുത്തതിനു പിന്നാലെ നടത്തിയ പ്രസംഗത്തിൽ ഓം ബിർള അടിയന്തരാവസ്ഥയെക്കുറിച്ച് പരാമർശിച്ചത് ചർച്ചയായിരുന്നു. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഏകാധിപത്യപരമായ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചെന്നും പ്രതിപക്ഷ നേതാക്കളെ അന്യായമായി ജയിലിൽ അടച്ചെന്നുമായിരുന്നു സ്പീക്കർ ഓം ബിർള പാർലമെന്റിൽ പ്രസംഗത്തിൽ പറഞ്ഞത്. അടിയന്തരാവസ്ഥ കറുത്ത അധ്യായമാണെന്നും കോൺഗ്രസ് സർക്കാർ ഭരണഘടനാ വിരുദ്ധമായ നടപടികൾ സ്വീകരിച്ചെന്നുമുള്ള പ്രസംഗം പ്രതിപക്ഷം പ്രതിഷേധത്തിനും ഇടയാക്കി. തുടർന്ന് സ്പീക്കറുടെ നീക്കം രാഷ്ട്രീയ താൽപര്യത്തോടെയാണെന്നും അടിയന്തരാവസ്ഥയിൽ സ്പീക്കർ പ്രമേയം അവതരിപ്പിച്ചത് ശരിയായില്ലെന്നും രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷ അംഗങ്ങളും സ്പീക്കറുടെ ചേംബറിലെത്തി അറിയിക്കുകയായിരുന്നു. ഭരണഘടനാ സംരക്ഷണത്തെ ചൊല്ലി രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ നിര പോര് തുടരവെയാണ് അടിയന്തരാവസ്ഥയുടെ ദിനങ്ങൾ ഓർമ്മിപ്പിച്ച് ജൂൺ 25 ഭരണഘടനാ ഹത്യാ ദിനമായി കോൺഗ്രസിനെ രാഷ്ട്രീയമായി ഉന്നമിട്ടുള്ള കേന്ദ്ര നടപടി. 1975 അടിയന്തരാവസ്ഥ കാലത്തെ മനുഷ്യത്വരഹിതമായ നടപടികൾ അതിജീവിച്ചവരുടെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും ജൂൺ 25-ന് ഭരണഘടനാ ഹത്യാ ദിനമായി ആചരിക്കുമെന്നും ആഭ്യന്തരമന്ത്രി അമിത് ഷാ കൂട്ടിച്ചേർത്തു. ഭരണഘടന ഉയർത്തിക്കാട്ടി പ്രതിപക്ഷം നടത്തിയ പോരാട്ടത്തിൽ വിറങ്ങലിച്ച സർക്കാർ ജനശ്രദ്ധ തിരിക്കാൻ ലക്ഷ്യമിട്ടുള്ള ശ്രമമാണ് നടത്തുന്നതെന്ന് കോൺഗ്രസ് തിരിച്ചടിച്ചു. ജൂൺ 25 ഭരണഘടനാ ഹത്യാ ദിനമായി ആചരിക്കുന്നത് സംബന്ധിച്ച ഗസറ്റഡ് വിജ്ഞാപനം പങ്കുവെച്ചുകൊണ്ടായിരുന്നു അമിത് ഷാ സാമൂഹ്യ മാധ്യമമായ എക്സിലൂടെ ഇക്കാര്യം അറിയിച്ചത്. പ്രതിപക്ഷത്തിന് തിരിച്ചടി എന്ന നിലയിലാണ് കേന്ദ്ര സർക്കാരിന്റെ നടപടിയെന്നാണ് വിലയിരുത്തൽ. പ്രതിപക്ഷം ഭരണഘടന ഉയർത്തി പ്രതിഷേധിക്കുമ്പോൾ ഭരണഘടനാ ഹത്യാ ദിനം ആചരിക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം.